നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 മെയ് 1 മുതൽ 3 മസ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെൻഷൻ വാങ്ങുന്ന ആളുകൾ, എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ, LPG ഗ്യാസ് സിലിണ്ടറുള്ള ആളുകൾ എന്നിവയ്ക്കുള്ള അറിയിപ്പുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല. തികച്ചും ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് അറിയിപ്പുകളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സർക്കാർ പെൻഷൻ മസ്റ്ററിങ് കൊണ്ടുവന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നേരിട്ട് ചെന്ന് അവരുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ പെൻഷൻ ID കൂടി ബന്ധിപ്പിച്ച് അവരുടെ ഫിംഗർ മെഷീനിൽ നമ്മുടെ വിരൽ പതിപ്പിക്കുകയും തുടർന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ നമ്മുടെ പെൻഷൻ പോർട്ടലിൽ ഒരു വർഷത്തേക്ക് നമ്മുടെ മസ്റ്ററിങ് പൂർത്തിയായ അറിയിപ്പ് ലഭിക്കും. എല്ലാ വർഷങ്ങളിലും മെയ് മാസത്തിലായിരുന്നു മസ്റ്ററിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓരോ മസ്റ്ററിങ് നടക്കുന്ന സമയത്തും ഏകദേശം 80% ആളുകൾ മാത്രമായിരുന്നു മസ്റ്ററിങ് നടത്തിയിരുന്നത്. 20% ആളുകൾ പുറത്തു പോയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല എന്നായിരിക്കും മസ്റ്ററിങ് തുടങ്ങുക എന്നുള്ളത്. മസ്റ്ററിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്യാൻ ശ്രമിക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആധാറിലെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. വീട്ടിൽ വിശ്രമിക്കുന്ന ആളുകൾ, അതായത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തുകയും അവർക്ക് മസ്റ്ററിങ് എടുക്കുകയും ചെയ്തിരുന്നു. ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് കഴിഞ്ഞ വർഷമെല്ലാം ചെയ്തിരുന്നത് ഒരു ഗസറ്റഡ് ഓഫീസറെ സാക്ഷ്യപത്രമായി ബന്ധപ്പെടുത്തി ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ആ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മസ്റ്ററിങ് പൂർത്തിയായിട്ടായി അറിയിപ്പ് ലഭിക്കും. ഇതിൽ പല ആളുകൾക്കുമുള്ള സംശയമാണ് അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് കൊടുക്കണം എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പോർട്ടലിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയുള്ള അറിയിപ്പ് ലഭിക്കുകയും തുടർന്നൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ് ആണ്. റേഷൻ വാങ്ങുന്ന പല ആളുകളും വിദേശത്തും അതുപോലെ തന്നെ പല ആളുകളും മരണപ്പെട്ടിട്ടും റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാതിരിക്കുകയും ചെയ്തത് മൂലമാണ് സർക്കാർ മസ്റ്ററിങ് കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം തുടക്ക സമയത്ത് മസ്റ്ററിങ് ചെയ്യാൻ സർക്കാർ തുനിഞ്ഞെങ്കിലും ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്നത് മൂലം സർവർ തകരാറാകുകയും അതിനുശേഷം ഇലക്ഷൻ വരികയും ചെയ്തു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇപ്പോൾ സർക്കാർ അതിന് ഇതുവരെയും ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മസ്റ്ററിങ് വരുന്നതിന് മുമ്പായി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി വെക്കുക. മരിച്ച ആളുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രവാസികളാണെങ്കിൽ അവരുടെ പേര് നേരെ പ്രവാസികൾ എന്ന് ടൈപ്പ് ചെയ്ത് ലിങ്ക് ചെയ്ത് വെക്കുകയും ചെയ്യുക. പല ആളുകളും റേഷൻ കാർഡിലുള്ള ഉടമ മരിച്ചിട്ടും റേഷൻ കാർഡ് അവരുടെ പേരിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പല ആളുകൾക്കും അറിവില്ലായ്മ മൂലമാണ് അതങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള മുതിർന്ന അംഗത്തെ റേഷൻ കാർഡ് ഉടമയാക്കി ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവന കേന്ദ്രങ്ങളിലോ നേരിട്ട് ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അത് അപ്രൂവൽ ആയതിനു ശേഷം നമുക്ക് സ്വന്തമായി തന്നെ നമുക്ക് അവിടുന്ന് പ്രിൻ്റ് ലഭിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും ഒരു തരത്തിലും നമ്മൾ സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ റേഷൻ ഷോപ്പുകളിലോ പോകേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം ഓൺലൈൻ സെൻ്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ മാത്രം പോയാൽ മതിയാകും. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസ് മസ്റ്ററിങ് ആണ്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ഗ്യാസ് മസ്റ്ററിങ് ഉടമകൾ എത്രയും പെട്ടെന്ന് തന്നെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവിടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് മസ്റ്ററിങ് പൂർത്തിയാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ആധാർ കാർഡ് ഇതുവരെയും അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡും ചെന്നുമായി അക്ഷയ കേന്ദ്രത്തിൽ എത്തിയാൽ നമുക്ക് മസ്റ്ററിങ് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. പല കാര്യങ്ങൾക്കും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് നിർബന്ധമായി വന്നിട്ടുണ്ട്. ആധാർ കാർഡിലെ ഫോട്ടോ, ഫോൺ നമ്പർ എല്ലാം അപ്ഡേറ്റ് ചെയ്തിരുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ 30 രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ചെയ്യാൻ സാധിക്കും. 10 ദിവസം കൊണ്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 70% ആളുകൾ ഇതിനകം തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പുതിയ അറിയിപ്പുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.